ശ്രീ പ്രശാന്ത് പ്രശാന്ത് ഇവിടെ ശരിയാണ്, ഇത് കോടതി മേൽനോട്ടത്തിലെ അന്വേഷണമാണ്. നേരത്തെ ശ്രീ വസന്ത് പറഞ്ഞതുപോലെ കോടതിയുടെ കീന സർവൈലൻസ് ഉള്ള കേസാണ്. പക്ഷേ ശ്രീ പ്രശാന്ത് പത്മനാഭൻ സാക്ഷാൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അവർ നിയോഗിച്ച അന്വേഷണ സംഘങ്ങളുടെ അന്വേഷണങ്ങൾ എവിടെയും എത്താതെ പോയതിന് ഈ അടുത്ത കാലത്തെ എന്ന് പറഞ്ഞാൽ പെഗാസസ് അടക്കം ഈ അടുത്ത കാലത്ത് മാത്രം ഏറ്റവും കൂടുതൽ 4 5 അന്വേഷണം ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഇപ്പോൾ തന്നെ. അതുകൊണ്ട് ഇത് കോടതി മേൽനോട്ടമുണ്ട്. അതുകൊണ്ട് പരമമായ സത്യങ്ങൾ, പൂർണ്ണ സത്യങ്ങൾ എല്ലാ അർത്ഥത്തിൽ പുറത്തേക്ക് വരും എന്നങ്ങ് നമുക്ക് ധരിച്ചു വശാകാവോ ശ്രീ പ്രശാന്ത് പത്മനാഭൻ? അല്ല, അതല്ലല്ലോ ചോദ്യം. എനിക്ക് തോന്നുന്നത് ഇത്രയെങ്കിലും അന്വേഷണം നടക്കുമായിരുന്നോ? ഇപ്പം എങ്ങും എത്താതിരുന്ന ഒരു കാര്യം, നേരത്തെ എല്ലാവരും ഒരു ഡിനയൽ മോഡലായിരുന്നു, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഭംഗിയായിട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ആദ്യമേ അതിനകത്ത് സംശയം പ്രകടിപ്പിക്കുന്നു. അതിൽ അന്വേഷണം നടത്തുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കുന്നു. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചത് തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, കേരളത്തിലെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള പോലീസ് മാത്രം അന്വേഷിച്ചാൽ ഈ കേസ് എങ്ങും എത്തില്ല എന്ന ഒരു പ്രാഥമികമായ വിശ്വാസം കോടതിക്കുണ്ടായിരുന്നതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ കണ്ടത് എന്താണ്? 2 ദിവസം മുമ്പ് ഒരു ജാമ്യാപേക്ഷ വേറൊരു ബെഞ്ചിൻ്റെ മുമ്പിൽ വരുമ്പോൾ ആ ബെഞ്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ചില ഒബ്സർവേഷൻസാണ് പാസ്സാക്കിയിരിക്കുന്നത്. സാധാരണ പറയാറുണ്ട്, ഒരു ജാമ്യം കൊടുക്കുന്ന വേളയിൽ കോടതി പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ പ്രാഥമിക നിഗമനം എന്നാണ് കണക്കാക്കേണ്ടത്. പക്ഷെ അങ്ങനെ കൂട്ടിയാൽ പോലും ഇതിനകത്ത് ഈ വേറൊരു ബെഞ്ചിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഫ്രഷ് ആയിട്ട് ഈ കാര്യങ്ങൾ നോക്കുമ്പോഴും ആ ബെഞ്ചിന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചിട്ട് പോലും എവിടെയോ അത് തടയപ്പെട്ടു എന്നാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന ചില വസ്തുതകൾ അത് താങ്കൾ പ്രേക്ഷകരുടെ അടുത്ത് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇതിൽ എവിടെയൊക്കെയാണ് അന്വേഷണം ശരിയായ രീതിയിൽ നടക്കാത്തത് എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയുടെ ചില ഒബ്സർവേഷൻസ്, അതിൽ പ്രത്യേകിച്ച് പാരഗ്രാഫ് ഞാനത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരാം. അതിൽ വളരെ എടുത്തെടുത്ത് ഹൈക്കോടതി പറയുകയാണ്, ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറയുകയാണ്, ഇതിൽ ഈ അന്വേഷണം ശരിയായ ദിശയിലാണ്. പാരഗ്രാഫ് 27 പറയുന്നുണ്ട്, ഈ പറയുന്ന പോലെ എന്താണ് ഡയറ്റി ടെമ്പിൾ ആൻഡ് ലാക്ക് ഓഫ് ഡിവോട്ടീസ് ദ ഇൻവോൾഡ് ഇൻ മിസ്അപ്രോപ്രിയേറ്റ് ഗോൾഡ് ക്ലാഡ് ഇൻ ദ തിരുവാഭരണം എന്ന് പറഞ്ഞാൽ where protectors become the destroyers or a guardian turned executioner or the hand that heals now harms. No doubt the seriousness of the case is one of the key factors of the court എന്ന് പറഞ്ഞിട്ട് അത് പറയുന്നുണ്ട്. ഇതിൽ സീരിയസ് ലാക്ക് ഓഫ് പ്രശ്നമുണ്ട്, അതിൽ ഗുരുതരമായ അലംഭാവമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് ഉത്തരവിൽ പലയിടങ്ങളിലായി. അതുകൂടാതെ ഹൈക്കോടതിയുടെ വേറൊരു ഉത്തരവിൻ്റെ ബാക്കിയായിട്ട് കൊല്ലം വിജിലൻസ് കോടതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് കൂടി ഇത് അന്വേഷിച്ചോളാനുള്ള പെർമിഷനും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളിതെല്ലാം കൂട്ടി വായിക്കണം. അവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ആവശ്യമില്ല എന്ന് അവിടെ ഒരു വാദം എടുത്തത് തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞതനുസരിച്ചാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ കൊടുത്തത്. അവിടെ വിജിലൻസ് കോടതിയും പെർമിറ്റ് ചെയ്തിരിക്കുകയാണ് ഇഡിയുടെ അന്വേഷണം നടക്കട്ടെ എന്ന്. സമാന്തരമായിട്ട് അന്വേഷണം നടക്കാം. ഒരു ക്രിമിനൽ കുറ്റം ഇപ്പുറത്ത് അത് അന്വേഷണം നടക്കുന്നു, SIT ആണ് ഇതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് സമാന്തരമായിട്ട് അപ്പോൾ അവിടെ ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടും FIR ഉൾപ്പെടെയുള്ള അതിനകത്ത് കേസ് ഡയറി അതിൻ്റെ രേഖകളൊക്കെ വരും. റിമാൻഡ് റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി അന്വേഷണ ഏജൻസികൾ കോടതിയിൽ കൊടുക്കുന്ന രേഖകളൊക്കെയാണ്. അതെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ അവരുടെ അപേക്ഷ അനുവദിച്ചുകൊണ്ടുള്ള വിധിയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ എന്തോ സീരിയസ് ആയിട്ടുള്ള മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ടെന്നുള്ളതും ഇവർ മാത്രമല്ല പ്രതികൾ, അത് ശരിയായ ദിശയിലേക്ക് പോകുന്നുണ്ടോ, അതിൻ്റെ ട്രെയിൽ കണ്ടെത്തി എവിടേക്ക് എത്തുന്നു എന്നുള്ള ചോദ്യം അത് ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ആയതുകൊണ്ട് താങ്കൾ പറഞ്ഞ ചില കേസുകളിലൊന്നും ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാതെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള കേസുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഒരു 40-50% കേസുകളിലൊക്കെ ഇത് കൺവിക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്, വേറെ പല കേസുകളിലും. അപ്പം കോടതി ഒന്നാമത് ഡയറക്റ്റ്ലി മോണിറ്റർ ചെയ്യുന്നത് തന്നെ അപൂർവമായിട്ടുള്ള കേസുകളാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു അവിശ്വാസം രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഉത്തരവുകൾ വരുന്നു. അത് ഒരു ബെഞ്ചല്ല, വേറൊരു ബെഞ്ചിൻ്റെ മുമ്പിൽ പോകുമ്പോഴും അതേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ട്രയൽ കോടതി വരുമ്പോൾ ട്രയൽ കോടതി ഇഡിക്ക് അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നു. അപ്പം മണി ട്രെയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ കൂട്ടി വായിച്ചാലും ഇതിനകത്ത് ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സാങ്കേതികത്വം പറഞ്ഞ് ഇവിടെ നിന്ന് ഒഴിവാകാൻ കഴിയുമെന്നുള്ളൊരു വാദത്തോട് യോജിക്കാൻ കഴിയില്ല. പക്ഷെ അത് ഏത് ദിശയിലേക്ക് പോകും, എവിടെ ചെന്ന് അവസാനിക്കും, ആരൊക്കെയാണ് ഇതിനകത്ത് വന്നുപെടാൻ പോകുന്നതെന്നുള്ളത് ഒരു ഊഹാപോഹങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല.
പ്രത്യേകിച്ച് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഈ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ആരെങ്കിലും യാതൊരു ബന്ധവും ഇല്ലാത്തവരെ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം കഴിഞ്ഞ ഏകദേശം 10 വർഷമായിട്ട് ഇതേ ഗവൺമെൻറ് ആണല്ലോ ഭരണത്തിലിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആ സമയത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അവിടെ നടന്ന സംഭവങ്ങളും ഒക്കെയാണല്ലോ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അതുകൂടി അന്വേഷണ ഏജൻസികളുടെ സമക്ഷം കൊണ്ടുവരാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്, കോടതിയെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. കോടതിയിൽ പോയിട്ട് ഇതിൽ ED അന്വേഷണത്തിന് നിയോഗിക്കരുത്, അല്ലെങ്കിൽ ഇത് സ്റ്റേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇത് തടയാൻ, അല്ലെങ്കിൽ SITയുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ആശാസ്യകരമല്ല. അതൊന്നും ഒരു സതുദ്ദേശപരമാണെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഒരു സ്റ്റേജിൽ അതിൽ കൂടുതൽ പറയാൻ കഴിയുന്നില്ല. പക്ഷേ എന്ന് പറയുമ്പോഴും ഇത് ഈ കേസ് ആദ്യം മുതൽ പരിഗണിക്കുന്നത് ദേവസ്വം ബെഞ്ചാണ്. ദേവസ്വം ബെഞ്ച് 9 ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആ ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവ് പരിഗണിക്കുമ്പോഴും ഈ അന്വേഷണ സംഘത്തിൽ പരിപൂർണമായ വിശ്വാസം രേഖപ്പെടുത്തുകയും ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന് കരുതി പോയ 8 ഇടക്കാല ഉത്തരവ് വ്യത്യസ്തമായി ആ 9ാമത്തെ ഇടക്കാല ഉത്തരവിൽ കാര്യമായൊന്നും പറയാതിരിക്കുകയും 1 മാസം സമയം നീട്ടിക്കൊടുത്ത് ചെയ്ത കേസിലാണ് മറ്റൊരു ബെഞ്ചിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയ ഒരു സാധനം വരുന്നത് എന്നൊരു പ്രശ്നം കൂടി അതിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.